A mesmerizing morning to you all. I am Shamya from class 9th A. As a head girl of Irshad English School, let me first wish you all a very happy Independence Day. This is the day we celebrate our India's independence, our 75th independence. I am extremely honored to stand before you on this great occasion. This day is to remember our great leaders for their resistance against foreign powers. And we might be thankful for a number of leaders. Mahatma Gandhi, the father of our nation, B.R. Ambedkar, for the foundation of our constitution, and so many other leaders who have helped us to unite our country. So, as a head girl of our school, I want to forward a message before you. When you were born, you were gifted a free India, and now it's your responsibility to make our India happier, healthier, and more prosperous. Wishing you all a very happy Independence Day. Thank you. Assalamu alaikum. Bismillah, alhamdulillah. Assalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. സ്നേഹാദരണീയരായ സഹപ്രവർത്തകർ, വിശിഷ്യ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള ചരിത്രകാരൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അവർകൾ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥിനികൾ, സുഹൃത്തുക്കൾ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ 75-ാം ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. ഈ സന്ദർഭത്തിൽ വൈദേശികാധിപത്യത്തെ തുരത്താൻ ജാതിമത ചിന്തകളും വർഗവർണ്ണ വൈജാത്യങ്ങളും ഇല്ലാതെ ഭാരതീയരായ നാം ഒറ്റക്കെട്ടായി ധീരദേശാഭിമാനികളായ മഹാത്മാക്കൾക്കു പിന്നിൽ ഒന്നിച്ച് നീങ്ങിയപ്പോൾ അത് സംഭവിച്ചു. അതെ, 1947 ഓഗസ്റ്റ് 15-ന് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി. നാം അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന് മങ്ങലേറ്റിട്ടുണ്ടോ? ഇനിയും ഒരു സ്വാതന്ത്ര്യ സമരം അനിവാര്യമാക്കുകയാണോ എന്നെല്ലാം ഉള്ള ചിന്ത ഓരോ ഭാരതീയനെയും ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുൻഗാമികളായ നമ്മുടെ ധീരദേശാഭിമാനികൾ എങ്ങനെയാണോ വൈദേശികാധിപത്യത്തെ ചെറുത്തു തോൽപ്പിച്ചത്, അതേ മാർഗത്തിൽ വർഗീയ വിധ്വംസക ദുർഭൂതങ്ങളായിട്ടുള്ള ഭാരതത്തിൻ്റെ ശത്രുക്കളെ നാം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സ്വാതന്ത്ര്യദിന സന്ദേശമായി നൽകാനുള്ളത്. ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും അഭിവൃദ്ധിയും അത് പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികൾ, ആ ദുശക്തികളെ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കലാണ് ഇന്ന് ഓരോ ഭാരതീയൻ്റെയും കടമ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഭാരതീയരായ നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി പ്രയത്നിക്കാനുള്ള പ്രതിജ്ഞയാണ് ഈ 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് എടുക്കാനുള്ളത്. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ ഈ മഹത്തായ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യായി അറിയിക്കുന്നു. പന്താവൂർ ഇർഷാദിൻ്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെ നടക്കുന്ന ഈ മഹത്തായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ സന്ദേശ പ്രഭാഷണം നടത്തുന്ന
പ്രഗത്ഭനും ചരിത്രകാരനുമായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പന്താവൂർ ഇർഷാദ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഈ സ്കൂളുമായിട്ട് തുടക്കം തൊട്ട് തന്നെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും പല പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്തായാലും എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പന്താവൂർ ഇർഷാദുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത്. 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ വിദ്യാർത്ഥികളായ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിന്തിക്കണം, എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നത്. ഞാൻ ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ, നിനക്ക് കരയാൻ അറിയുമോ എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കരയാൻ ശീലിച്ചിട്ടില്ല എന്ന്. ശരിയായിരിക്കാം, നിങ്ങളിൽ പലരും കരയാം, നിങ്ങൾക്ക് കരയാം, കരച്ചിൽ നിങ്ങൾക്ക് അഭിനയിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കരച്ചിലുണ്ടാവുക? നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മിഠായി കിട്ടാതാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ഇല്ലാതാകുമ്പോഴാണ് നിങ്ങൾ കരയുക എന്ന് ചിന്തിച്ചിരിക്കും. പക്ഷെ അതിനപ്പുറം ഉള്ള ഒരുപാട് കരച്ചിലുകളുണ്ട്. ആ കരച്ചിലുകളൊന്നും നമ്മൾ കാണുന്നില്ല, നമ്മൾ അനുഭവിക്കുന്നുമില്ല. നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? വിശന്ന് കരഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്. പട്ടിണി കൊണ്ട് നിങ്ങളാലും കരഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമായ ഒന്നാണ് വിശപ്പ് മാറ്റുക എന്നുള്ളത്. നിങ്ങൾ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരോടൊക്കെ കയർക്കും? വീട്ടിൽ വന്ന് നിങ്ങളുടെ അച്ഛനമ്മമാരോട് പറയും, അവരോട് വഴക്കിന് പോകും, മറ്റുള്ളവരോട് പോകും. അത് സാധാരണ നിങ്ങൾക്കൊരു പെൻസിൽ കിട്ടിയില്ല, ഒരു പേന കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ് കിട്ടിയില്ല എന്നതിൻ്റെ പേരിലുള്ള ഒരു വിഷമം, അതുപോലെ അല്ല അത് പട്ടിണി കൊണ്ടുള്ള വിഷമം. പക്ഷെ അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എനിക്കിപ്പോൾ ഫുഡ് കിട്ടും, കാരണം എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ മദർ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഡാഡ് എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അങ്ങനെ പ്രതീക്ഷയില്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല, അട്ടഹസിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരു നേരത്തെ ആഹാരം അത് ആരെങ്കിലും കനിഞ്ഞിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ പട്ടിണി കിടക്കുക തന്നെ. നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളിപ്പോൾ നല്ല അരി തിന്നുന്നു, ബിരിയാണി തിന്നുന്നു, ഷവർമയും ഷവായിയും ഒക്കെ തിന്നുന്നു, നിങ്ങളുടെ നാക്കിൽ വെള്ളം ഊറുന്നുണ്ടാകും. പക്ഷേ അതൊക്കെ ചിന്തിക്കാൻ പോയിട്ട് ഒരു കഞ്ഞിവെള്ളത്തിന് പോലും വകയില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുത്തച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാം. നിങ്ങൾ നെല്ല് എന്ന് പറയുന്നൊരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അരി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. അരി നമ്മുടെ വീട്ടിൽ വരുന്നു, കിറ്റിൽ അരി വരാറുണ്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടാറുണ്ട്. കടയിൽ പോയാൽ അരി ഇഷ്ടം പോലെ പല തരത്തിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അരിമണി കൊറിക്കുക, അല്ലെങ്കിൽ നെല്ല് കുത്തുക, നെല്ല് കൃഷി ചെയ്യുക, ഇതൊക്കെ ഇനി നമുക്ക് പറഞ്ഞു കേൾക്കുന്ന കഥകളാണ്. പലരൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോവില്ല. ഒരു നെൽച്ചെടി വളർന്നു വന്ന് അതിൽ കതിരുണ്ടായി, നെല്ലുണ്ടായി, അത് പാകമായി കുലയായി തൂങ്ങിക്കിടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് കാണേണ്ടി വരും. പണ്ട് നിങ്ങൾ വരുന്ന ഈ റോട്ടിൻ്റെ ഇരുവശവും ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു എന്നുപോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണല്ലോ വരുന്നത്. ആവട്ടെ, കാരണം നമ്മുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധേടല്ല. പക്ഷേ അതുപോലും
അത് വിളഞ്ഞു നിൽക്കുന്ന നെല്ല് അത് അരിയാക്കി കുത്തി തിന്നാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നമ്മളൊരു വാഴ കൃഷി ചെയ്താൽ ഇന്ന് നമുക്കത് വെട്ടി നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നുകിൽ നമുക്കത് വിൽക്കാം, അല്ലെങ്കിൽ നമുക്കത് പഴുപ്പിച്ച് തിന്നാം, ഒക്കെ ചെയ്യാം. പക്ഷേ പണ്ട് നമ്മൾ വാഴ ഉണ്ടാക്കും, പക്ഷേ ആ വാഴയിലെ കുല നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് മുതലാളിക്കുള്ളതാണ്. മുതലാളി വല്ലതും കനിഞ്ഞ് തന്നെങ്കിലായി, ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും കൈയെത്തുകയില്ല. ഇങ്ങനെയുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ പറയുന്നത്. അതുപോലെ വയൽ മുഴുവനും നെല്ല് വിളഞ്ഞു നിൽക്കുന്നുണ്ടാകും. അത് കൊയ്യാൻ വരുന്ന പാവപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ടാകും. നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല പർദ്ദയിട്ട് അല്ലെങ്കിൽ മഫ്തയൊക്കെ ഇട്ട് പൗഡറും പൂശി നടക്കുന്ന വലിയ സ്ത്രീകളെയാണ്, വലിയ കുടുംബങ്ങളിലെ സ്ത്രീകളെ പോലുള്ളവർ. അത് നിങ്ങളുടെ വല്യമ്മമാരങ്ങനെയാണോ? അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള തലമുറയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതിരുന്ന അവർ പാടത്ത് കൊയ്യാൻ പോകും, അതുപോലെ ഞാറ് പറിക്കാൻ പോകും. പല പണിയും നേരം വെളുക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കണം. എന്നിട്ട് വൈകുന്നേരം അവർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഒരിറ്റ് കാടി വെള്ളം കിട്ടിയെങ്കിലായി. എന്താണ് കാടി വെള്ളം? കഞ്ഞി. പാവപ്പെട്ടവർക്കുള്ള കഞ്ഞിയാണ് കാടി വെള്ളം. അതിൽ ഒന്നോ രണ്ടോ വറ്റേ ഉണ്ടാവുകയുള്ളൂ. അത് കിട്ടാൻ വേണ്ടി പകലന്തിയോളം പണിയെടുക്കണം. അങ്ങനെയുള്ളൊരു കാലം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അന്നൊക്കെ ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ചോറുണ്ടാവുക, ചോറ് കിട്ടുക എന്നത് വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് ചോറ് നമ്മൾ തട്ടിത്തെറിച്ച് വലിച്ചെറിയുന്നു. പക്ഷേ അന്ന് കുറച്ച് ചോറ് കിട്ടുക എന്നത് സ്വപ്നമായിരുന്നു. കല്യാണത്ത് പോലും ചോറില്ല, കഞ്ഞിയാണ് കിട്ടുക. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ, നിങ്ങളുടെ അമ്മയ്ക്കൊരു ഒരു കുഞ്ഞു പറഞ്ഞു വിചാരിക്കട്ടെ, 6-ാം മാസം ചോറ് കൊടുക്കുക എന്ന് പറയും. ചോറ് കൊടുക്കുന്ന പുണ്യകർമ്മമാണ്. പക്ഷെ ചോറില്ല എങ്കിൽ എന്ത് ചെയ്യും? ചോറിന് അരി വേണ്ടേ? അരി വീട്ടിലില്ല. അപ്പോൾ എന്താണ് അന്നത്തെ ആളുകളൊക്കെ ചെയ്തിരുന്നത്? കൊയ്ത്ത് കഴിഞ്ഞാൽ അവർ പാടത്ത് പോയി അടിച്ചുവാരി, ഈ പാടം ചൂലെടുത്ത് അടിച്ചുവാരി കൊയ്ത് കൊണ്ടുപോയ കറ്റകളിൽ നിന്ന്, കറ്റ എന്ന് പറയുന്നത് കൊയ്ത നെല്ലിൻ്റെ ചെടികളെല്ലാം കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്നതാണ് കറ്റ എന്ന് പറയുന്നത്. ഈ കറ്റകളൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും നെൽക്കതിരുകൾ പാടത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് അടിച്ചുവാരി അത് വീട്ടിൽ കൊണ്ടുപോയി അത് നെല്ല് അരിയാക്കി ഉണ്ടാക്കി സൂക്ഷിക്കുന്നതാണ് പുത്തരി എന്ന് പറയുന്നത്. ആ പുത്തരിയിൽ നിന്ന് ചോറുണ്ടാക്കിയിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ, പേരക്കുട്ടിക്ക് കൊടുക്കാൻ. ഇന്ന് നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കാലം, അത് 50 വർഷം പോലും ആയിട്ടില്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുമുള്ള സ്ഥിതി അത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇത്രയും മാരകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കഥ പറഞ്ഞതാണ്. കാരണം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്, എന്ത് സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ വെറുതെ പറയുന്നുണ്ടാകും. കാരണം നിങ്ങളത് അനുഭവിച്ചിട്ടില്ല അതിൻ്റെ വിഷമം. പക്ഷെ ആ വിഷമം വീണ്ടും അനുഭവിക്കുകയാണെങ്കിലോ, അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് കവി പറഞ്ഞത്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ഭാരതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. പാരതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ്. അത് പാരതന്ത്ര്യത്തെക്കാൾ, മൃതിയേക്കാൾ ഭയാനകമാണ്, മരണത്തേക്കാൾ ഭയാനകമാണ് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. നിങ്ങളൊരു കൂട്ടിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ട് പൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ജീവനുണ്ട്, അതിൽ കുറേ ഭക്ഷണം തന്നു, എന്ത് തന്നിട്ടെന്താ? സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. നമ്മൾ തത്തയെ പിടിച്ച് വലിയ നല്ല സ്വർണത്തിൻ്റെ ഒരു കൂട്ടിലിട്ട് വച്ചാലും ബന്ധുരം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ വാരിൽ എന്ന് കവി പറഞ്ഞത് എത്ര ശരിയാ. കാഞ്ചനത്തിൻ്റെ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കൂട്ടിലിട്ട് തന്നെ തത്തയെ വച്ചാലും അത് അടച്ചിടുകയാണെങ്കിൽ അത് ബന്ധനം തന്നെയാണ്. അല്ലാതെ മറ്റു തത്തകളോട് എനിക്ക് എൻ്റെ കൂട് സ്വർണം കൊണ്ടുള്ളതാണ്, നിങ്ങളുടെ കുറേ ചില്ലിക്കമ്പുകൾ കൊണ്ടുള്ളതാണ്,
അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് എന്ന് ഒരു തത്തയും പറയില്ല. ആ തത്തയ്ക്ക് പുറത്തേക്ക് പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അതാണ് ഈ ഈ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടതും അർത്ഥമാക്കേണ്ടതും. അതില്ലാത്തൊരവസ്ഥ മൃതിയേക്കാൾ മരണത്തേക്കാൾ ഭയാനകമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പൂർവികന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടത്. ഒരുപാട് കാലം നമ്മുടെ രാജ്യം പഴയ കാലത്ത് പല വിദേശികളായ ആളുകൾ ഭരിച്ചിട്ടുണ്ട്. പറങ്കികൾ ഭരിച്ചു, ഡച്ചുകാർ ഭരിച്ചു, ഇംഗ്ലീഷുകാർ ഭരിച്ചു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആ സ്വാതന്ത്ര്യം പിന്നീട് നമ്മളുടെ ആളുകൾ ഒരുപാട് ജീവൻ കൊടുത്തു വാങ്ങിയതാണ്. ആ വില കൂടി നമ്മൾ അറിയണം. നമ്മുടെ ഈ ഒരു ഈ പന്താവൂരടങ്ങുന്ന ഈ പൊന്നാനി ദേശത്തുള്ള ആളുകൾ എത്രയോ പേര് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഒരു പക്ഷേ നിങ്ങളുടെ പൂർവികന്മാരൊക്കെ പലരും ഇങ്ങനെ ജീവൻ കൊടുത്തിട്ടുണ്ടാകും. പറങ്കികളുമായി പോരാടിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പൊന്നാനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുഞ്ഞാലി മരക്കാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ കുഞ്ഞാലി മരക്കാരുടെയൊക്കെ പിൻതലമുറക്കാരായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ പൂർവികന്മാർ യുദ്ധം ചെയ്ത് അവരുടെ എല്ലാ സുഖലോലുപതയും അവർ വലിച്ചെറിഞ്ഞ് നമ്മുടെ നാട്ടിന് വേണ്ടി അവർ ജീവൻ തൃണവൽഗണിച്ചല്ലോ. ഈ പൊന്നാനി വെളിയങ്കോട് എന്ന പ്രദേശത്ത് ഒരു ഒരു കുഞ്ഞു മരക്കാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ കുഞ്ഞു മരക്കാരുടെ കല്യാണം നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പറങ്കികൾ ഒരു പെൺകുട്ടിയെ കരയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞത്. കുഞ്ഞു മരക്കാർ നിക്കാഹിന് ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ ആരോ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഏതൊരു പെൺകുട്ടിയെ പറങ്കികൾ പിടിച്ചു കൊണ്ടുപോയി കപ്പലിലേക്ക് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടനെ തന്നെ ഈ കല്യാണത്തിൻ്റെ പന്തലിൽ നിന്ന് എണീറ്റ് പോവുകയും തൻ്റെ ഉമ്മയുടെ സമ്മതം വാങ്ങുകയും അങ്ങനെ അദ്ദേഹം കല്യാണ വസ്ത്രങ്ങളൊക്കെ മാറ്റി പടയങ്കി അണിഞ്ഞ് അദ്ദേഹം കടലിലേക്ക് എടുത്തു ചാടി നീന്തി പറങ്കി കപ്പലിൽ എത്തുകയും ചെയ്തുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു സംഭവങ്ങളിലൂടെ ജീവിതത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ മോചനത്തിന് വേണ്ടി അവർ ഈ രാജ്യത്തിന് വേണ്ടി അവർ ജീവൻ നൽകുകയായിരുന്നു. ഇത് ഒരു സംഭവം മാത്രമാണ്, ഒരു കുഞ്ഞ് മരക്കാരുടെ സംഭവം മാത്രമല്ല. അദ്ദേഹം അവരെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ 7 കഷ്ണങ്ങളാക്കി കടലിൽ വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാർ, പട്ടുമരക്കാർ, കുട്ടിമരക്കാർ, കുഞ്ഞാലി മരക്കാർ, ഇങ്ങനെ മുഹമ്മദ് അലി മരക്കാർ തുടങ്ങിയ ഒരുപാട് മരക്കാർമാരുടെ നേതൃത്വം ഇവിടെ ഉണ്ടായി, യുദ്ധങ്ങൾക്കുണ്ടായി പറങ്കികൾക്കെതിരെ. പറങ്കികൾ പോയി പിന്നീട് ഇംഗ്ലീഷുകാർ വന്നപ്പോഴും അവർക്കെതിരെയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പടപൊരുതിയതാണ്. നമുക്ക് മഹാത്മാഗാന്ധിയെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ആ ചിത്രം, കാണാനൊരു കോലവുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ചിത്രം. ഞാൻ ഇതുപോലെ ഗൾഫിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ആരാണ് രാഷ്ട്രപിതാവ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊരു കുട്ടി പറഞ്ഞു, നോ, ഐ ഡോണ്ട് ലൈക്ക് മഹാത്മാഗാന്ധി. എന്തുകൊണ്ടാണ് മോനെ അങ്ങനെ നീ ഇഷ്ടപ്പെടാത്തത് മഹാത്മാഗാന്ധിയെ എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഹി ഈസ് നോട്ട് വിയറിങ് എനി ഡ്രസ് and he has a very very bad chappal and he is bald and his specs has no leg. A number of reasons he explained. എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ശരിക്കും വസ്ത്രം എടുത്തിട്ടില്ല, അദ്ദേഹത്തിന് ഷർട്ടില്ല, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വളരെ പഴയതാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണട ഒരൊറ്റ കാലേ ഉള്ളൂ, അദ്ദേഹം ഒരു കഷണ്ടിക്കാരനാണ്. അങ്ങനെ ഒരുപാട് ബാഡ് ക്വാളിറ്റീസ് ആ കുട്ടി നിരത്തി. ബട്ട് ഐ ലവ് US ആൻഡ് ഇറ്റ്സ് ഫാദർ ഓഫ് നേഷൻ, അമേരിക്കയുടെ ഫാദർ ഓഫ് നേഷൻ ഹു ഈസ് ജോർജ് വാഷിങ്ടൺ. വലിയ ഷർട്ട്, നീണ്ട കുപ്പായം, ഒരുപാട് ബട്ടണുകൾ, നല്ല സമൃദ്ധമായ മുടി, നിൽക്കുന്ന കണ്ടത്തിന് ഒരു ശുചായി. അതുകൊണ്ട് അത് കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് തോന്നിയത് ഇറ്റ് ഈസ് ബെറ്റർ ടു ലവ് അമേരിക്ക.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലരും കണക്കാക്കുന്നത്. നേരെമറിച്ച് മഹാത്മാഗാന്ധിയുടെ ആത്മവിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും രാജ്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധവും ഒരിക്കലും ജോർജ് വാഷിങ്ടൺ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളാരെയും ചെറുതാക്കി കാണിക്കുകയല്ല. അപ്പോൾ നമ്മൾ വേഷത്തിലേക്കോ അല്ലെങ്കിൽ ജാതിയിലേക്കോ ഭാഷയിലേക്കോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവർ നമ്മുടെ നാട്ടിന് ചെയ്ത സേവനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹവും അഹിംസയും നമുക്ക് വലിയ പാഠമാണ് നൽകിയത്. അഹിംസയിലൂടെയും ഹിംസയിലൂടെയും രാജ്യത്തിന് വേണ്ടി ശ്രമിച്ചവരുണ്ട്. കുഞ്ഞാലി മരക്കാർമാർ വാളുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചതെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലുള്ളവർ സമര സത്യാഗ്രഹങ്ങളിലൂടെയാണ് ശ്രമിച്ചത്. എല്ലാവരുടെയും ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. 1947 വരെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളിൽ ഒരു ജാതിയോ ഒരു മതത്തിൻ്റെ ഒന്നും ആളുകളല്ല, മറിച്ച് എല്ലാ വിഭാഗം ആളുകളും രാജ്യത്തിന് വേണ്ടി ജീവൻ തൃണവൽഗണിച്ചവരാണ്. എല്ലാവരുടെയും ലക്ഷ്യം സ്വതന്ത്രമായൊരു ഇന്ത്യ എന്നതായിരുന്നു. ആ ഇന്ത്യയിൽ ഒരുപക്ഷെ അവർക്ക് ജീവിക്കാനും കഴിഞ്ഞെന്ന് വരില്ലല്ലോ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. എന്നെ വെടിവെച്ച് കൊല്ലും എന്ന് വിചാരിച്ച് മഹാത്മാഗാന്ധി ഒരിക്കലും തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഞാൻ സുഖകരമായിട്ടൂടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല സമര രംഗത്തിറങ്ങിയത്. അവർ ഒരുപാട് കാലം അവർ ജയിൽവാസം അനുഭവിച്ചവരാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് വാങ്ങിത്തന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ മാധുര്യം നമ്മൾ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ആ പഴയ കാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി ജീവൻ നൽകിയ മഹാന്മാരായ രക്തസാക്ഷികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ നേതൃത്വത്തിൽ നമ്മളോടൊപ്പം നേതൃത്വം വഹിച്ച, സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച മഹാരഥന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഈ പൂർവികരെക്കുറിച്ച്, നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന എല്ലാ മഹാരഥന്മാരെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം, ആചരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ റഫീദ MK 10th A. രാജ്യം ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും എന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയ മഹാന്മാരായ ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങൾ ഓർക്കേണ്ട ഒരു ദിവസമാണിത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക് തുടങ്ങി നേതൃനിരകളോടൊപ്പം ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യ നേരിട്ട വിവിധ അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തിയ ഇവർ നേരിട്ട പീഡാനുഭവങ്ങൾ നാം സ്മരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവികരായ മഹാന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. വൈദേശിക ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിടുമ്പോൾ രാജ്യം ഏറെ വളർന്നിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ന് ഇന്ത്യ മികവ് തെളിയിച്ചിരിക്കുന്നു. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിമത രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുകയാണ്. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും നമുക്ക് തുടർക്കഥയാകുമ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിലെ പല ചൂഷണ വ്യവസ്ഥകളിൽ നിന്നും നാം ഇന്നും പൂർണ്ണ സ്വതന്ത്രരല്ല എന്ന് തോന്നിപ്പോകും. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നാം ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിനു മുൻപിൽ ഉപ്പിന്റെ നികുതിക്കെതിരെ വാശി പിടിച്ച നമ്മുടെ പൂർവികരായ മഹാത്മാക്കളുടെ തലമുറകൾ നമുക്ക് ഇന്നും ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ജീവരക്ഷാ മരുന്നുകൾക്ക് പോലും ഭീമമായ നികുതി നൽകേണ്ട ഈ കാലഘട്ടത്തിൽ അതിന് പ്രാധാന്യമേറുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തി പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനായി നമ്മുടെ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ഇച്ഛാശക്തി മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് യുവതലമുറ സർവ്വ മേഖലകളിലേക്കും എത്തിച്ചേരണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. നന്ദി, നമസ്കാരം. Honorable Principal, worthy teachers, my dear friends, Happy Independence Day to all. We should all be proud to be an Indian.
we should always be reminded of our great freedom fighters to respect their effort and devotion. I am introducing one of the greatest freedom fighter, Balagangadhar Tilak. He was an Indian nationalist, teacher and independence activist. He was the first leader of Indian independence movement. Mahatma Gandhi called him the maker of modern India. He published two newspapers, Maratha and Kesari. These two newspapers boasted of national freedom. As a citizen of India, we should respect our nation. I concluding my words here. Thank you all. Happy Independence Day to every proud Indian. I'm Mohammad Nabahan of grade 3. This day marks the historical day on which 74 years ago we got independence. It's the day which reminds us of struggles of the great leaders. Today everyone from one part of our country to another part celebrate this day of great significance with great spirit and energy. It's indeed the spirit of freedom and love for the land. But we all know this freedom is hard earned. Dear friends, we must remember that the freedom we are enjoying today is the result of the struggles of our great leaders. Salute to those leaders who understood the worth and importance of a free India under a free and fresh air. Slavery is a heinous curse. It sucks out the blood and the energy of a nation. Dear friends, we should always be grateful to our freedom fighters who brought an end to the slavery and gave us freedom. So I take this opportunity to pay tribute to all our freedom fighters. Having said this, I conclude my words. Jai Hind. Thank you. I am Faiha from 6C. It's my pleasure to address you on this glorious occasion that marks our Independence Day. Happy Independence Day to all. It is a bright morning with patriotism in everybody's heart. 15th August is a red-letter day in the history of India. On this day, in 1947, our country has become free from the long imprisonment. Since 1947, 15th August is celebrated every year with great joy and pride. It reminds us for the great struggle of our freedom from the British rule. Their great sacrifices for the freedom fighters are remembered. Some of the freedom fighters are Mahatma Gandhi, Sarojini Naidu, Subhash Chandra Bose, etc. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. These words by India's first Prime Minister Jawaharlal Nehru. On this Independence Day, we must ask, are we respecting the struggle of our fathers and mothers? Are we valuing this freedom and understanding that we as citizens have a responsibility towards the nation too? A citizen is one of the dominant pillars of the country. A responsible citizen obeys all the law and order of the country. Each and every person is responsible for the growth and development of the country. The journey of 1,000 miles begins with one step. So everyone should be aware of their fundamental duties and must perform their duties very loyally as respect the authorities, don't break the rules, raise voice against corruption, vote illegally, provide solutions to needy people, etc. We should try our hard to make our India the best country in the world. Let's unite. Try hard to achieve our goals. With unity, we will surely achieve our goals. The day is not far when India will be the most powerful country in the world. The destiny of our great lands lies in the hands of our youth. Once more, wishing you a very happy Independence Day. Every citizen of India must remember that he is an Indian and he has a very right in this country but with certain duties. Happy Independence Day to one and all. I am Sanha Sharing of grade 6. On this occasion of our Independence Day, I would like to share something regarding the first war of independence in India. The freedom we enjoy today is the result of many freedom struggles, and one of the most important events was the revolt of 1857 or the first war of Indian independence. There were many people who sacrificed their life for India in this war. One of the greatest leaders in the revolt was Michael Pandey. The revolt of 1857 is also known as Sepoy Mutiny.
If Manka Pandey had not dared to refuse the captives with animal grease and rebel against the British, the spark to fight against the British would not have been ignited. So we should always be remembered about the courage and sacrifices. I hereby conclude my words, reminding you that it's our duty now to safeguard the unity and integrity of country and that we should not let anyone to destroy it. Jai Hind, thank you. വളരെ ആദരവോടെ എൻ്റെ എല്ലാ നല്ല അധ്യാപകർക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ആഹ്ലാദവേളയിൽ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകരാൻ കാരണീഭൂതരായ നമ്മുടെ വീരസേനാനികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഈ ദിവസം ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം വലിയ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം നമ്മെ സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിച്ചവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. സ്വാതന്ത്ര്യത്തിന്റെ നിരവധി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം വികസനത്തിന്റെ ശരിയായ പാതയിലാണ്. അഹിംസാ സത്യാഗ്രഹ രീതികൾ നമ്മെ പഠിപ്പിച്ചത് ഗാന്ധിജിയാണ്. അഹിംസയും സമാധാനവുമുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യയെ കുറിച്ച് ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്നു. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ അവർക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ കഴിയും. അഴിമതിയും ഭിന്നതകളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Good morning everyone, happy Independence Day. Today is 15th August. We are celebrating Independence Day. We got freedom on this day. After 200 years of British rule, India got freedom on 15th August 1947. Chacha Nehru became the first Prime Minister of India. Independence Day is the celebration of our freedom. It is celebrated to commemorate our war heroes like Mahatma Gandhi, Lala Lajpat Rai, Subhash Chandra Bose and so many others. It is celebrated with full enthusiasm and it's a national holiday. On Independence Day, our Prime Minister hoists the national flag at Red Fort. Independence Day makes us feel that we are one, that is Indians. നമസ്കാരം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹാസത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹം പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് പാരതന്ത്ര്യ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2021 എത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗളയാനുമെല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് വെറും ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന ജനാധിപത്യ വ്യവസ്ഥയെയാണ് അടിസ്ഥാനമാക്കുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എൻ്റെ നാടാണ്
എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് 1000 തവണ പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മന്ത്രധ്വനികളായി മാറണം. നമുക്ക് നല്ല മനുഷ്യരാകാം. കവി പറയും പോലെ, ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. तिरंगा है हमारा, शान है पहचान है हमारा, तिरंगा सबसे प्यारा, इसकी चाह है मैं भारत ये हमारा, तिरंगा है हमारा, शान है पहचान है हमारा, तिरंगा सबसे प्यारा, इसकी चाह है मैं भारत ये हमारा, हम नाज है हम फख्र है इस मिट्टी में, जन हम है वीरों की जन्मभूमि है भारत ये हमारा, भारत ये हमारा, तिरंगा तिरंगा है हमारा, शान है पहचान है हमारा, तिरंगा सबसे प्यारा, इसकी चाह है मैं भारत ये हमारा, सारे मज़हबी सारे बोली यही है, सारा समंदर यही है प्यार का हमारा, सारे मज़हबी सारे बोली यही है, सारा समंदर यही है प्यार का हमारा, सत्य में वजहते हैं भारत के हमारा, सत्य में वजहते हैं भारत ये हमारा, भारत ये हमारा, तिरंगा तिरंगा है हमारा, शान है पहचान है हमारा, तिरंगा सबसे प्यारा, इसकी चाह है मैं भारत ये हमारा। नमस्ते सभी को स्वतंत्रता दिवस का बधाइयाँ। मेरा नाम हिबा शरीफ। आज सारा हिंदुस्तान बड़ी धूमधाम से इस पवित्र स्वतंत्र दिवस को मना रहा है, लेकिन इस दिन मनाने के साथ साथ मनाने के कारण भी हम सभी को जानना जरूरी है। स्वतंत्रता के पहले हम पर अंग्रेजों का शासन था। वे व्यवहार के बहाने भारत पर आए और धीरे धीरे सब कुछ आदित कर लिया। कई आंदोलन और लड़ाई के बाद 15 अगस्त 1947 को भारत स्वतंत्र हुआ। अब हम भी अपने अपने अधिकारों के लिए स्वतंत्र हैं और खेल, शिक्षा आदि क्षेत्र में दुनिया को किसी भी देश को हरा सकते हैं। इस अंतिम शब्दों के साथ मैं अपने स्वतंत्र दिवस का भाषण समाप्त करना चाहूँगी। यदि आप तैरना चाहते हैं तो समुद्र में तेरी नदी और तालाब में कुछ भी नहीं है। यदि आप प्यार करना चाहते हो अपने राष्ट्र से प्यार करने। धन्यवाद। नमस्कार, मैं स्वालिया हूँ। मैं यह स्वतंत्रता दिवस के बारे में कुछ वाक्य बताना चाहती हूँ। स्वतंत्रता एक उपहार है। यह हमारे पूर्वजों द्वारा किए गए बलिदानों, रातों की नींद, क्रूर यातनाओं और संघर्ष का उपहार है। इतिहास एक गोला अध्याय है। यह हम इस भूमि के लिए हमारे पूर्वजों के बलिदानों के बारे में बताता है। वह स्वतंत्रता बाबू महात्मा गांधी जी के संघर्षों के कारण है। वह लोगों के अधिकारों के लिए चट्टान की तरह लड़ा था। उन्हें कई बार जेल में डाला गया। उन्हें कई कठिनाइयों को सामना
नेद पंडित नेहरू लाल को है। उन्होंने कभी भी लोगों के अधिकारों को समझौता नहीं किया। उन्होंने प्रत्येक और सब कुछ का त्याग किया और स्वतंत्रता के कारण के समर्थन किया। और यह स्वतंत्रता हमारे अन्य नेताओं के बाल गंगाधर तिलक, लाल लाजपत राय, भगत सिंह, खुदीराम बोस और चंद्रशेखर आजादियों के बलिदानों के कारण है। आदरणीय मित्रों, ब्रिटिश भारत में हम सब भी जंजीरों में थे। हमारे अधिकारों से समझौता किया गया, में घुटन महसूस हुए। हमारे सामाजिक, राजनीतिक और आर्थिक स्थिति बहुत खराब थी और अंत में यह भारतीयों के लिए विदेशी ताकतों के गुलामी में रहने का सम्मान नहीं था। धन्यवाद। നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ രാജ്യമായ ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. കൂടെ കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ഭാരതവും ലോകവും പൂർണ്ണമായും മോചിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയും. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന സുദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമാണ്. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനവും അനുഭവിച്ചറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയ്ക്ക് കുറിച്ചു വെക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വരികളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്ന് 2021 ഇന്ത്യ ഒരുപാട് വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മുഗൾയാനും എല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയം നമുക്ക് അഭിമാനകരമാണ്. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. ഭിന്നതകളില്ലാത്ത, തർക്കങ്ങളില്ലാത്ത, കലഹങ്ങളില്ലാത്ത ഇന്ത്യയാണ് എൻ്റെ ആഗ്രഹം. അതാകട്ടെ നിങ്ങളുടെ സ്വപ്നവും. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.